സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 50 ദിവസത്തെ നോമ്പ് എടുത്തിട്ട് ഇന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ എന്തൊക്കെ തരം പ്രത്യേകതരം ഫുഡുകൾ ട്രൈ ചെയ്യാമെന്നും എല്ലാ കൊതികളും ഈ 50 ദിവസത്തിൻ്റെ എല്ലാ കൊതികളും നമ്മൾ തീർക്കുന്ന ഇത് ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഒരു ഡിഷായിട്ടാണ് ഞങ്ങളിത് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. കാരണം നിങ്ങളുടെ ഈസ്റ്റർ കൊതികളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി അതൊന്ന് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ കലവരയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും ഇന്നൊരു നോൺ വെജ് ഐറ്റം ആണെന്ന് എന്നോട് ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് ഷെഫ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ കലവരയൊക്കെ സെറ്റാക്കി നമുക്ക് നേരെ നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ഷെഫ് നാളെ. നമസ്കാരം. ഈസ്റ്റർ ആശംസകൾ. ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങണം. 50 നോമ്പൊക്കെ എടുത്ത് ഇന്ന് ആൾക്കാർ ഇങ്ങനെ വിശന്നിരിക്കുമായിരിക്കും നോമ്പ് കുറിക്കാനൊക്കെ ആയിട്ട്. അതിന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് എന്താണ്? ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കാണുന്നത് നേഹ ഒരു റെഡ് കോസ്റ്റ്യൂമിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഈ കോസ്റ്റ്യൂമിന്റെ കളർ ക്രിസ്മസ് ബേസ് ചെയ്തിട്ടാണെങ്കിലും മാറി ഈസ്റ്റർ എന്ന് വന്നിരിക്കുകയാണ്. എങ്കിൽ പോലും നമ്മളത് ആശംസകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ തമാശകളും കാര്യങ്ങളും എല്ലാം ആയിട്ട്. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ആൾക്കാർ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ഈ ഉച്ച സമയത്ത്. അപ്പൊ നമ്മളായിട്ടൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും അവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ലേ, ഈസ്റ്റർ ഗിഫ്റ്റ്. അപ്പൊ നമുക്ക് ഫുഡിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കണം. ഓർ ഫുഡ് ഐറ്റം എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗസ്റ്റിനെ വിളിക്കണം. വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ഈ ഗസ്റ്റിന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ. നമുക്ക് ആദ്യം നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചാലോ? അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഈ പാചക പരിപാടിക്ക് ഇപ്പുറത്ത് നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ വരുന്ന ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മാത്രല്ല വേറെ എന്താ പറ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വലിയ മഹാകലാകാരനാണ്. അതെ, മിമിക്രി ഒക്കെ അങ്ങോട്ട് നമ്മളെ തകർത്ത് ചെയ്യുന്നതാണ്. നമ്മളെയൊക്കെ എത്രയോ അധികം ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. നമ്മുടെ സ്വന്തം ഹരിശ്രീ മാട്ടിച്ചേട്ടനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹരിശ്രീ മാട്ടിച്ചേട്ടൻ. ലെറ്റ്സ് വെൽക്കം. നമസ്കാരം മാട്ടിച്ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്തിൽ? ഉണ്ടാകാൻ ഒരു തരമില്ല, നളം ഷെപ്പ് വേറൊന്നില്ല. കാര്യം കാണാൻ കാര്യം കാണാൻ ഫുഡ് വേണം, ഫുഡ് കഴിക്കാൻ ആള് വേണം. താങ്ക് യു എല്ലാവർക്കും. അന്ന് സ്റ്റാർട്ടിങ് തന്നെ നിമിഷം അന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അല്ലാണ്ട് അപ്പൊ തന്നെ സ്പോട്ടില് നോക്കിയിട്ട് തന്നെ കറക്റ്റ് പറയാൻ പറ്റിയത്. അതെ, കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ചെറിയൊരു അസൂയ ഉണ്ടെങ്കിലും പാടണം പ്ലീസ്. കുറച്ച് ചോദിക്കാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്നെ പറ്റി. നമുക്ക് അപ്പുറത്തും അപ്പുറത്ത് നിന്ന് പറയാം. സ്വാഗതം ചെയ്യാം നമുക്ക് വേദിയിലേക്ക് മിസ്റ്റർ മാർട്ടിനെ. അടുപ്പ് കത്തിച്ചൊരു മത്സരമാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുപ്പ് എത്തിക്കാൻ മറന്നുപോയാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ അടുപ്പ് കത്തിക്കാൻ മറന്നോ, ചിലപ്പോ അടുപ്പ് ഓഫ് ആക്കാൻ മറന്നോ, കരിഞ്ഞു പോകും. ഇതെല്ലാം ശ്രദ്ധിച്ചോണം. എന്താണ് മിമിക്കിങ്ങിനെ പറ്റി എനിക്ക് പറയാം. മനുഷ്യനും മിമിക്കിങ്ങുമായിട്ടുള്ള ബന്ധം എന്താണ്? ബന്ധമാണോ? എന്റെ അഭിപ്രായം അല്ല, അത് ഭയങ്കര ഒരു ടാലന്റ് അല്ലേ? അത് എല്ലാവർക്കും ഒന്നും ആ ടാലന്റ് കിട്ടൂലല്ലോ. അങ്ങനെ വേറൊരാളെ ഒബ്സർവ് ചെയ്ത് അതേപോലെ തന്നെ പറയാന്ന് പറയുന്നത് ഇറ്റ്സ് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ മിമിക്കിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാ അല്ലെ? എന്താ മിമിക്രി അത് പറഞ്ഞാൽ നമ്മൾ മിമിക്ക്, അതായത് ഒരാളെ അനുകരിക്കാനുള്ള ശ്രമം നടത്തുന്നതല്ലേ. അങ്ങനെ ഒരാഴ്ച എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. ഞാൻ എന്റെ ഹെഡ് മാസ്റ്റർ തന്നെ ഒന്ന് അനുകരിച്ച് അപ്പനെയും കൂടി വരാൻ പറഞ്ഞത്. കാരണം ഞാൻ നല്ലതിന് വേണ്ടി ചെയ്തേ, പക്ഷെ പുള്ളിക്ക് അത് കത്തിയില്ല. മനസ്സിലായി. പുള്ളി ഒരു കണക്ക് മാഷും കൂടിയായിരുന്നു. പുള്ളിയുടെ കണക്കൂട്ടലുകൾ സ്കൂളിൽ പഠിക്കുമ്പോഴും തെറ്റിച്ച് ഈ കലാകാരനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ വേദിയിൽ നിർത്തിയേക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുളക് പൊടിയില്ല അല്ലേ, മല്ലിപ്പൊടിയില്ല അല്ലേ? ഞാൻ അത് നോക്കി ആദ്യം കണ്ടില്ല, ആരും കണ്ടില്ല. കുരുമുളക് പൊടിയില്ല ഇല്ലേ? അറ്റ്ലീസ്റ്റ് ഉലുവ, ഒരു മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ഉലുവ വേണം അല്ലേ? നമുക്കപ്പോ വിളിക്കാം വേദിയിലേക്ക് ദി ഐക്കോണിക് കുണ്ട്രക്കായലിലെ. നല്ല വലിപ്പമുള്ള മാത്രമല്ല ഇവിടെ എല്ലാവരും തൊലിയൊക്കെ എടുത്ത് കളയും. നമ്മൾ തൊലി കളയത്തില്ല, കാരണം ഫിഷിന്റെ സ്കിന്നിലും ടെയിലും ഒക്കെയാണ് അതിന്റെ സൂപ്പ് ഇരിക്കുന്നത്, സ്റ്റോക്ക് ഇരിക്കുന്നത്. അത് വന്നാലേ ആ ടേസ്റ്റ്, പോഷക ഗുണങ്ങൾ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മളെ കുണ്ട്രക്കായലിലെ കരിമീൻ എന്താ ചെയ്യാൻ പോകുന്ന കറിയുടെ പേര് കുണ്ട്രക്കായലിലെ കരിമീൻ പാൽക്കറി. വീണ്ടും പറഞ്ഞ കാഞ്ഞിരോട് കുണ്ട്രക്കായലിലെ കരിമീൻ പാൽക്കറി. പറഞ്ഞേ, കാഞ്ഞിരോട് കുണ്ട്രക്കായലിലെ കരിമീൻ
പാൽക്കറി ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടെ കേട്ടില്ല. കേട്ടില്ല, ഒരു അവസരം കൊടുക്കൂ. പറയൂ കുട്ടി. ഒന്നുകൂടെ പറഞ്ഞു. ഇല്ല, പള്ളി പറഞ്ഞു. അല്ല, കുണ്ട്രക്കായലിലെ കരിഞ്ഞോടല്ല, ഇവിടെ ഒന്നും കരിഞ്ഞിട്ടില്ല. കാഞ്ഞിരങ്ങോട്. കാഞ്ഞിരം എവിടെ തോന്നുന്നു? ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കണ്ട. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പറയുന്ന ഈ പേരുകളെല്ലാം മായ്ച്ചു കളയാ. മാട്ടിച്ചേട്ടൻ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്ന് റിവൈൻഡ് ചെയ്ത് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയറിലാണ്. ഇതിന്റെ പ്രത്യേകത അത് നമ്മൾ ഇടയ്ക്ക് പറയും, കാരണം ഈസി പീസി ആകുമ്പോഴേ പറയാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മുടെ പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി നമ്മളിപ്പോൾ തീർക്കും. ഇപ്പം തന്നെ പരിപാടിയെല്ലാം കഴിയുന്നതായിരിക്കും. ശ്രദ്ധിച്ചോ, നമ്മൾ ഇതങ്ങോട്ട് എടുക്കുക, നേടയിലോട്ട് കൊടുക്കുക, നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. തുറക്കാനോ? ഞാൻ കത്തിക്കണോ? അടുപ്പത്തില്ലേ, അപ്പൊ നമ്മള് ചെറിയ ഉള്ളി എടുക്കുന്നു. അയ്യോ, തുറന്നില്ല. ഉള്ളി അങ്ങോട്ട് ഇടുന്നു. എനിക്കായിരിക്കും തരുന്നത്. അല്ല, ഒരിക്കലും ഇല്ല. അല്ല, അതാണല്ലോ അതിന്റെ ഒരു രീതി. ഇത് ഞാൻ ചതയ്ക്കാം. ഇങ്ങനെ ചതയ്ക്കാം, കണ്ടോ? അപ്പൊ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. നോക്കിക്കോണം. 1 2 3 4 5 6. ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഞാൻ ഒഴിക്കണ്ടേ? ഏതാണ്ട് അത് മൊത്തം അവിടെ ഇട്ടോ. അപ്പൊ മാട്ടിച്ചേട്ടനോ? എന്താ പിന്നെ ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അടുത്ത ഇഞ്ചി ചതയ്ക്കണം. ചതയ്ക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മാട്ടിച്ചേട്ടൻ്റെ അല്ലേ? മാട്ടിച്ചേട്ടൻ്റെ കൊടുത്തോ. നമ്മൾ മടങ്ങട ശ്രദ്ധിച്ചു നോക്കണം. കരിവേപ്പില നമ്മളിങ്ങനെ കരിവേപ്പില, അതാണ് നേഹയുടെ ഭാഷ. കരിവേപ്പില നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. കണ്ണിലോട്ടൊന്നും തെറിച്ചിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു. അതെ, കാന്താരിയും കരിവേപ്പിലയും ഇല്ലാതെ എനിക്കൊരു പാചകമില്ല കേട്ടോ. മാട്ടിച്ചേട്ടാ, മതി മതി, പിടിച്ചു. എന്തുവാ കുട്ടി ഇത്? ശ്രദ്ധിച്ചു നോക്കാം. നമ്മള് പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഏത് തക്കാളി മാട്ടിച്ചേട്ടൻ കൊണ്ടുപോകും. നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ചു വെച്ച്, കയ്യിലെടുത്ത് വെച്ച്. അപ്പൊ നമ്മള് രണ്ടിലും തക്കാളി എടുത്തിട്ട് കഴിഞ്ഞ് ഇരിക്കുവാണ്. ഓക്കെ, ഇനി ഇത് കുറച്ചേരം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണ്ടേ? സ്റ്റെർ ചെയ്തോണ്ടിരിക്കുക. നമുക്ക് സ്റ്റെർ ചെയ്യാന്ന് പറയാൻ പറ്റും. എന്നാ സോട്ട് ചെയ്യാം. ഷെഫിന്റെ ഭാഷയിൽ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ഭാഷയിൽ ഇളക്ക എന്ന് പറയും. ഇത് ഇവിടെ എന്തോ എടുത്ത് വെച്ചു. അതെന്താണത്? പുളി സംതിങ് അല്ലേ? അതാണ് പുളി. ആ പുളി എന്താണ്? പുളിവെള്ളം അല്ലേ അത്? പുളിവെള്ളം. ഓക്കെ, അത് കുറച്ചിട്ടാ. മീൻ ചാടാൻ സമയമായിരിക്കുന്നു. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ള മീൻ, പാവമുണ്ട്. എന്നിട്ട് ആ മീനിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും. ചേട്ടാ, ഇത് ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. മീൻ വീണ് കഴിഞ്ഞു. അതാണ് ഇവിടെ ഭയങ്കര. എന്നിട്ട് ഈ പാല്, ഇത് എന്താണ്? ഒന്നാം പാല്, രണ്ടാം പാല്? രണ്ടാം പാല് നമ്മൾ ഒഴിച്ചേക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിരിഞ്ഞു. ഓക്കെ അല്ലേ? പിരിഞ്ഞു. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു. അടുത്ത പാല് കൊടുത്ത് ഒഴിച്ചു. ഷെഫ് കുറച്ച് സമയം ഒന്ന് സംസാരിക്കട്ടെ.
ഇത് നോക്കണം. മോനെ ഈ കറി അടക്കുന്ന കണ്ട ഇത് ആക്ച്വലി നല്ല പേസ്റ്റ് ചെയ്യാം. ഓക്കെ അതുമായി ഓക്കെ റെഡി. പിന്നെ കരിയേപ്പില എടുത്തിട്ടുണ്ട്. യു ആർ ടു ഫാസ്റ്റ് ടുഡേ കേട്ടോ, വെരി വെരി ഫാസ്റ്റ്, ഒന്നും പറയാനില്ല. ഓൾറെഡി ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് സിമ്മിൽ കിടന്നു കഴിഞ്ഞാൽ കുണ്ട്രക്കാരല്ല കരിമീൻ കറി റെഡിയാ. യെസ്, സോ ഫാസ്റ്റ്. ദാറ്റ്സ് ഇറ്റ് മാം. ഇതല്ല ഞങ്ങൾ കുക്കിങ്ങിന്റെ പ്രത്യേകത. പെട്ടെന്ന് റെഡിയായോ? അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഈ പെട്ടെന്ന് ഇതിന്റെ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ടുകളൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. അപ്പൊ നമുക്ക് മാട്ടുചാട്ടിനെ കൊണ്ട് എന്തെങ്കിലും അല്ലേ, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മറക്കാൻ പറ്റും. എന്തെങ്കിലും മിമിക്രിയോ? അതെ, നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. സമാധാനമായിട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സമാധാനം നേർന്നുകൊണ്ട് അല്ലേ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ അല്ലേ? അല്ലേ? അപ്പൊ അതായത് അപ്പൊ നമ്മുടെ ഉയിർത്തെഴുന്നേറ്റു നാഥൻ ഉയിർത്തെഴുന്നേറ്റു, വിജയലാളിതനായി നാഥൻ ഉയിർത്തെഴുന്നേറ്റു, ഉയിർത്തെഴുന്നേറ്റു നാഥൻ ഉയിർത്തെഴുന്നേറ്റു, വിജയലാളിതനായി നാഥൻ ഉയിർത്തെഴുന്നേറ്റു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ആ ദിവസം ആയതുകൊണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങൾ എല്ലാ വീടുകളിലും നിറയട്ടെ. ആയിക്കോട്ടെ, അടിപൊളി. പക്ഷെ എനിക്ക് കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ പറയുന്ന യേശുക്രിസ്തു അല്ലേ, യേശുക്രിസ്തുവിന്റെ റോള് NN പിള്ള സാർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? NN പിള്ള സാറിന് നമ്മുടെ യേശുക്രിസ്തുവിന്റെ റോൾ കൊടുക്കുകയാണ്, പുള്ളി എങ്ങനെയായിരിക്കും ആ രംഗം അവതരിപ്പിക്കുക? ഇപ്പൊ നമ്മുടെ മനുഷ്യകുലത്തിനോട് തന്നെ യേശുക്രിസ്തു പറയുകയാണ്, NN പിള്ള സാറിന്റെ ടോണിൽ പറയുകയാണെങ്കിൽ, എന്തൊക്കെയാണോ ഞാൻ മറക്കണോ, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ കുറിച്ചിൽ കയറ്റിയില്ലേ, അത് ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്, പണി കൊണ്ട് വെള്ളനാടയ്ക്ക് വേണ്ടി എൻ്റെ കട്ടിപ്പിടിച്ച് എന്നെ ഒറ്റ ഞാൻ മറക്കണോ, പറ്റില്ലടോ എൻ്റെ ലക്ഷ്മി, എൻ്റെ കണ്ണിൻ്റെ ലക്ഷ്മി എൻ്റെ കണ്ണു മുമ്പിൽ കിടന്ന് മറക്കണോ, മറക്കില്ലടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഹരിശ്രീയിലെ കയറിയിട്ടിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും ഹരിശ്രീ, അതായത് അശോകൻ്റെ സിനിമയിലേക്ക് കയറുന്ന ടൈമിലാണ് ഞാൻ ഹരിശ്രീ ജോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അല്ലേ, നമ്മുടെ NF ഏട്ടൻ, മച്ചാൻ റീസ്, അങ്ങനെയുള്ള നിരവധി കലാകാരന്മാരുടെ ഒരു ഇതായിരുന്നു. സൗണ്ട് അസാധ്യമല്ല. ഹരിശ്രീന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇഷ്ടം പോലെ മുസ്ലിം ക്യാരക്ടേഴ്സ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് NF ഏട്ടൻ. അപ്പൊ ഞാനും ഈ മുസ്ലിം ക്യാരക്ടർ ആമിനത്താത്ത ബീരാനിക്ക അങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആമിനത്താത്ത ഇവിടെ വന്നു പോയെന്ന് പഠിച്ചു. എന്തായി കേക്കണത്, എന്താണ് പ്രപഞ്ചം? ആമിന, നീ എങ്ങോട്ടാണ് ഈ പോണത്? ചെണ്ടപ്പുറത്ത് കോല് വീണ് കഴിഞ്ഞാൽ അവിടെ ഓടും, നമ്മളോട് ചോദിക്കാണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റ് ഞങ്ങളുടെ ഒരു തന്നെടുത്തോണ്ട് വരുന്ന സ്കിറ്റുകൾ ഒരുപാട്. മാത്രം ഇതിനകത്ത് കൂടുതൽ ഈ കള്ളുകൂടിയന്മാരെ അവതരിപ്പിക്കും, ഓരോ മാനറിസത്തിലാണ് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. അതിലാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. താങ്കളുടെ ഒരു സ്റ്റൈലില് ഇപ്പൊ ഈ ഒരു ഈസ്റ്ററിന് ഈ ഒരു ഇവിടെ വന്ന് ഞാൻ നിൽക്കുകയാണ്, അപ്പൊ ഇങ്ങനെ കുക്കിങ് നടക്കുകയാണ്, താങ്കൾ എങ്ങനെയായിരിക്കും ആ സാധനത്തിലൂടെ താങ്കളുടെ സ്റ്റൈൽ? ഇതിനൊരു കഥാപാത്രമാണോ, ഒരു ക്യാരക്ടർ? ഫുഡ് ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവുക? അത് പുളിയാണ് മനുഷ്യ, അതെടുത്തിട്ടാണോ കഴിക്കുന്നത്? പുളി ഉണ്ടോന്ന് നോക്കിയല്ലോ, പുളി തിന്നാനല്ലോ. ബീഫ് നെഹി, നമുക്ക് മീനാണല്ലോ. ഞാൻ ബീഫ് മേടിച്ചോ. ഈ ഇത് ഇളക്കുന്ന വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇളക്കി തിരിച്ചൊക്കെ ഇടണ്ടേ നമുക്ക്? അതുകൊണ്ടല്ലേ അത് അടുപ്പങ്ങ് ഓഫ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ മീൻ ചിലപ്പോൾ ഓഫാക്കി. അടിപൊളി. ഇനിയാണ് നമ്മള് അടിപൊളി. കണ്ടോ, ഷെഫ് അതിന്റെ ഇടയിൽ കൂടെ മിമിക്രി ചെയ്യിപ്പിച്ചിട്ട് നൈസായിട്ട് വേറെ പണികൾ അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, 3 സ്പൂൺ 4, ഓക്കെ 5, നമ്മളിന്ന് അപ്പവും മീൻകറിയാണ്. പേര് മാറ്റരുത്. കത്തിച്ചോ വന്നില്ലേ? അതെത്ര അങ്ങനെ തന്നെ വെച്ചോ. ചമ്മന്തി എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ,
ചട്ടി ചൂടായി കഴിഞ്ഞു അല്ലേ? ആ വെളിച്ചെണ്ണ എടുത്ത കേട്ടില്ല. ആ കേട്ട് ദാ. വെളിച്ചെണ്ണ വെറുതെ വെളിച്ചെണ്ണ എന്തിനാ എടുത്ത് അറിയോ? എന്തിനാ? ചുമ്മാ ഒരു വാസനയ്ക്ക് ഒരു വാസന കണ്ടോ? അത്ര നിന്ന് വാസന ഇവിടെ ഉള്ളൂ. കണ്ടോ? അപ്പത്തിനൊരു വാസന ആയിട്ടല്ലേ? ഓക്കെ, ശരിയല്ലേ? നമ്മൾ അപ്പത്തിൻ്റെ ശരിയാക്കിയിട്ടുണ്ട്. മാവ് നമുക്കിനി അപ്പമാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പം 1.5 അടിപൊളിയല്ലേ? ചേട്ടാ, ഈസ്റ്റർ സ്പെഷ്യലിന് എന്തൊക്കെയാണ് പൊതുവെ വീട്ടിലുണ്ടാവുന്ന വിഭവങ്ങള്? ഈസ്റ്ററിന്റെ നോമ്പ് എടുക്കാറുണ്ടോ? നോമ്പെടുത്ത് അന്ന് മുറിക്കണ എല്ലാ പ്രാവശ്യം അല്ലേ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ നോമ്പ് എടുക്കാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് മുറിഞ്ഞു പോയി നോമ്പ്. അപ്പൊ ഇപ്പം എന്താണ് പൊതുവെ ഉള്ള വിഭവങ്ങൾ? ഒരു ഇതപ്പെട്ട എല്ലാം ഉണ്ടാവും. എല്ലാ നോൺ വെജ് ഐറ്റംസും ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ, ഷെഫിന്റെ പൊതുവെ ഈസ്റ്റർ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ റെക്കമെൻഡ് ചെയ്യാം? ഇതൊരു ഐറ്റം, ഇതൊരു ഫുഡ് ഐറ്റം. വേറെ എന്തൊക്കെയാണ് ഇപ്പൊ നമുക്ക് നോമ്പ് കുറിക്കുന്ന രീതിയിൽ നോമ്പ് കുറിക്കും? ഈസ്റ്റർ നോമ്പ് പിന്നല്ലാണ്ട് 50 ദിവസത്തെ നോമ്പുണ്ടാവും ഈസ്റ്റർ. 50 ദിവസം നമ്മള് ത്യജിച്ച് നമുക്ക് നോൺ വെജ് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒഴിവാക്കാണല്ലോ ചെയ്യുന്നത്. എണ്ണ പുറത്തേക്ക് വെച്ചു. ഈ പൂവിനിട് സൂപ്പർ ഐറ്റം മനസ്സിലായില്ലേ? അടച്ചു വെച്ചു ഉള്ളു വേവട്ടെ. അപ്പത്തിന്റെ മാവ് ഒഴിച്ചു. നമ്മളിപ്പോ ഇതാ മൂന്ന് അപ്പം വെച്ചിട്ട് ഇവിടെ ഓൾറെഡി ആയി. ഇവിടെ 3 അല്ല, ഇവിടെ 4 അപ്പം. റൈറ്റിലോട്ട് പോവാ, അയ്യോ, ഞാൻ ലെഫ്റ്റിലോട്ട് പോവാ കഴിച്ചിട്ടാ അല്ലേ? നല്ല അടിപൊളി പുഷ്പം ആണ് നമ്മളുടെ മാർട്ടിൻ ചേട്ടൻ ഉണ്ടാക്കിയത്. അതെ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സൂപ്പർ സാധനം അല്ലേ? ഇപ്പൊ നമ്മൾ അപ്പത്തിലേക്ക് കിടക്കാണ്. കഴിച്ചോട്ടെ. തെങ്ങും കള്ള് ഉപയോഗിച്ചാണ് നമ്മൾ അപ്പം ചൂടുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. തെങ്ങും കള്ള കള്ളപ്പം. അപ്പൊ നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞു. ഈ ഇടിയപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? ഇടിയപ്പം നമ്മൾ കേരളത്തിലുള്ള എല്ലാരും കേട്ടിട്ടുള്ളൊരു സംഭവം. ഏത് രാജ്യം കണ്ടുപിടിച്ചോ? ഒന്നും എനിക്കറിയാം. ഇടിയപ്പം ഏത് രാജ്യം കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞ എനിക്കറിയാം. ഹോങ്കോങ്ങോ? ന്യൂഡിൽസ് പരിപാടിയായതുകൊണ്ടാ? ന്യൂഡിൽസ് പരിപാടി. ഹോങ്കോങ്ങിൽ ഇടിയപ്പത്തിന് എന്താ പറയാ? നൂലപ്പം. ഹോങ്കോങ്ങിൽ ഞാൻ പോകുന്നത്. ഓക്കെ, സെറ്റ്. അപ്പം റെഡി അല്ലേ? ഇനി അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഒരു സാധനം ഉണ്ടാകും. കൊല്ലക്കാരുടെ അല്ലേ? സൂപ്പർ സാധനം അല്ലേ? ഇത് ഓഫാക്കണ്ട, നമുക്കിത് ഓഫാക്കാൻ പറ്റും. വെളിച്ചെണ്ണ ഒഴിക്കുന്നേ. നമുക്ക് സെറ്റല്ലേ? പൊട്ടുന്നുണ്ട്. പൊട്ടുന്നില്ലേ? അടിപൊളി. അതിലേക്ക് നമ്മൾ കടുക് കുറച്ച് ചമ്മന്തി ചെയ്യാണ്. മോനെ നല്ല രസമുണ്ട് കാണാനും മണവും നല്ലൊരു. ഞങ്ങൾ കൊല്ലക്കാരുടെ പ്രത്യേകത, ഞങ്ങളുടെ വീട്ടിലെല്ലാം ഒന്നുമില്ലെങ്കിലും അപ്പവും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ എന്റെ മോനെ. അപ്പവും ചമ്മന്തി ഒരു കോമ്പിനേഷൻ ഞാൻ ഇപ്പോഴാണ് കോമ്പിനേഷൻ ഞാൻ ഇപ്പോഴാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലെ അമ്മമാര് എല്ലാവരെയും ഈ ഈസ്റ്ററിന്, അതായത് പ്രത്യേകിച്ച് കൊല്ലത്തുള്ള എല്ലാ അമ്മമാരെയും ഞാൻ ഈസ്റ്ററിന് ഓർക്കുകയാണ്. ബാക്കിയുള്ള അമ്മമാർക്കും ഈ ഒരു ഡിഷ് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം. അതെ, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഞങ്ങളുടെ കൊല്ലക്കാരുടെ അഹങ്കാരമാണ് ഈ ഡിഷസ്, പ്രത്യേകിച്ചും കടുക് വറുത്ത ചമ്മന്തി അല്ലെ? ചമ്മന്തികൾ പലവിധമുണ്ട്. ഇത് കൊല്ലത്തുള്ള എല്ലാ അമ്മമാർക്കും ഈസ്റ്ററിന് നമ്മൾ സമർപ്പിക്കുന്നു അല്ലെ? അതേപോലെ എൻ്റെ വല്യമ്മച്ചിയുടെ പാൽക്കറി, അതായത് കരിമീൻ പാൽക്കറി. ഈ പാൽക്കറി വല്യമ്മച്ചിയിലെ ഞങ്ങളുടെ കുണ്ട്ര കുടുംബത്തിൽ ചെയ്തിരുന്നത് ഞങ്ങളെ വലിയ വൈദ്യർക്ക് വേണ്ടിയാണ്. ഞങ്ങളൊരു 100 വർഷം 150 വർഷം പാരമ്പര്യമുള്ള ഒരു ആയുർവേദ കുടുംബത്തിലാണ്. ആ വൈദ്യരെ എല്ലാം ഈ മുഹൂർത്തത്തിൽ ഓർത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ നല്ല വെള്ളയപ്പം കൊടുക്കുന്നു. ഈ അപ്പം ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരണം അല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പത്തിന് തന്നെ. ഇതെന്താ അപ്പം എന്തോ കള്ളുകൊണ്ടാണ്? തെങ്ങും. അപ്പോൾ നമ്മൾ ആ ഫിഷിന്റെ ഫ്രഷ്നെസ് ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരിക്കലും ആ ഫിഷിൽ വേറെ ഓവർ കുക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ പാൽക്കറിയിലൊന്ന് മുക്കുന്നു അല്ലേ? നമ്മൾ ആദ്യം മാറ്റി ചവച്ച്. ശരി, ഇനി അടുത്ത് ഇരിക്കും. അതെ, ആയിക്കോട്ടെ.
എന്താണ് അഭിപ്രായം എന്ന് കേൾക്കട്ടെ. അതിലങ്ങ് 2 വരി. കളകൾ ആ മീൻ ഭയങ്കര അല്ലേ? അല്ലേ ഭയങ്കര ഫ്രഷ് അല്ലേ? മധുസാറും ശ്രീവിദ്യാമ്മയോട് കൂടി പാടി അഭിനയിച്ച പെണ്ണില്ല ഏല വറുത്തതുണ്ട് അവിടെ വന്നിട്ടുണ്ടാള് അതെ, കരിമീൻ. കരിമീൻ പൊരിച്ചതുണ്ട്. ഇതിപ്പോ കഴിച്ചു കഴിഞ്ഞോ? ഇത് കഴിച്ചു ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. ആ അത് എനിക്ക് തന്നില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. എനിക്ക് തരുന്നില്ലല്ലോ. ഈ ചമ്മന്തികളെ പറ്റിയാ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. 1008ഓളം ചമ്മന്തികളുണ്ട്. പറഞ്ഞേ എനിക്ക് ഇതുവരെ ഉള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണിത്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഇതാണ് ഏറ്റവും ഫേവറേറ്റ്. ചമ്മന്തിക്കാണെങ്കിൽ ഞാൻ ചമ്മന്തി പേഴ്സൺ എന്നിട്ടും നല്ല വെറൈറ്റി. അല്ലേ വെറൈറ്റി. അപ്പം ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സൂപ്പറായിരുന്നു. എല്ലാം ട്രൈ ചെയ്യണം. മതി. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ നമ്മള് ഇപ്പൊ രണ്ടും ടേസ്റ്റ് ചെയ്തു. ഷെഫിനെ നമ്മളിപ്പോ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാട്ടുചാറിനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം ഇത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കി തന്നതിൽ ഞാൻ കഴിച്ചില്ല. എനിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ തള്ളിക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ കഴിക്കുന്ന പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടോട്ട് നോക്കിയിട്ട് മാട്ടിച്ചേട്ടൻ ഉണ്ടാക്കിയത് നമ്മൾ ഷെഫിന് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം ഷെഫിന്റെ എന്താണ് അഭിപ്രായം എന്നുള്ളത്. മൈൻഡ് ബ്ലോയിങ്. നാടറിയട്ടെ, നാട്ടുകാരറിയട്ടെ. അതെ, അത്രയും അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മുടെ മാട്ടുചേട്ടാ ഇവിടെ വന്നിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിന് ഇതൊക്കെ നമ്മുടെ ഈ കരിമീൻ സ്പെഷ്യൽ പാൽക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് തോന്നുന്നു? അയ്യോ വളരെ അത് ഞാൻ ആദ്യം നമ്പിക്കട്ടെ. കാരണം ഇനി ഒരുപാട് എന്താ പറയണ ഇതുപോലുള്ള സാധനത്തിൻ്റെ ഒക്കെ ടിപ്സുകൾ ഞാൻ കുറച്ച് പഠിച്ചെടുത്തിട്ട് ഞാൻ താങ്കളെ ഷെഫിനെ വിളിക്കുന്നതായിരിക്കും. സന്തോഷം. ഇത് പോയിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കും. തീർച്ചയായിട്ടും. പിന്നെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ മാട്ടുചേട്ടനെ വിളിച്ചിട്ട് മാട്ടുചേട്ടൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഈ ഹോൾ എപ്പിസോഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് വെറും കൈയോടെ വിടാൻ പറ്റുമോ? നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞങ്ങളുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പാർസൽ. ഇത് പാർസൽ അല്ലല്ല, ഇത് പാർസൽ ഒന്നും അല്ല. മാറ്റിക്കോ, എടുത്തോ. അല്ല, ഇത് നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. ഇതിന് ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത്രയും നമുക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി വേണം. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് ഇനി പുട്ട് മാത്രം അടുത്ത ഈസ്റ്റർ വരെ. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ രുചി ഭരണി അച്ചാറാണ്. അപ്പൊ ഇതിന്റെ എന്തൊക്കെയായിരുന്നു പ്രത്യേകത? ഞങ്ങൾ അച്ചാർ പോലും ഭരണിയിലേക്ക് കൊടുക്കും. അതാണ് അവരുടെ പ്രത്യേകത. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഭരണിയിലാണ്. ഇതിന്റെ അകത്ത് ലെസ് സോൾട്ട് ആണ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. വെരി നാച്ചുറൽ ആൻഡ് കേരള തനിമയോട് കൂടെയുള്ള നമ്മുടെ രുചി ഭരണി അച്ചാറാണ്. അപ്പൊ ഇതും നമുക്ക് അച്ചാറിന്റെ പേര് പറഞ്ഞില്ല. രുചി ഭരണി അച്ചാർ. എന്ത് അച്ചാറാ കൊടുക്കുന്ന കുട്ടി? ഓ, കടുമുറി മാങ്ങാക്കറി അച്ചാർ. അത് അത് ഇവരോട് നമ്മൾ ചോദിക്കണം. കടുമുറി മാങ്ങാക്കറി അച്ചാറാണ്. അപ്പൊ ഇത് മാട്ടിച്ചേട്ടന് നമ്മൾ തരികയാണ്. എല്ലാം റെഡിയായി. നമ്മൾ ഫുഡും കഴിച്ച് വയറും നിറഞ്ഞിട്ടാണ് നമ്മൾ പിരിക്കുന്നത്. അപ്പം നമുക്ക് പിരിയാനുള്ള മാട്ടിച്ചേട്ടന് ഒത്തിരി അധികം താങ്ക് യു ആണ്. എന്താണ് പറയുന്നത്? എന്താ ഈ കാണുന്ന പ്രപഞ്ചം? ഒരാളിങ്ങോട്ട് വരിക, ഒരാൾ ചീഞ്ചിട്ടെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക, കുറെ എന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ തന്നെ ഇടിച്ചിട്ട് ശരിയാക്കണ കറി എന്ന് പറയുന്നു, നമ്മളത് നേരെയാക്കുന്നു. അല്ലാണ്ട് പറയാൻ പറ്റും കായ്ച്ചോപ്പി എൻ്റെ പൊന്നു അതേ ഒന്നും പറയേണ്ട പഴച്ചോടി നല്ല അസലായിട്ടുണ്ട് ആൾക്കാർക്ക് എല്ലാവർക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. Thank you very much. Happy Easter പറഞ്ഞാലോ? 1, 2, 3. Happy Easter. So signing off from Neha Matthew, Chef Nalan and Martin Chattan. Bye bye.